കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി. കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാം 18 റോസ് ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച്. ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറും 5 ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട്. ഈ ഓഫർ ഡിസംബർ 15 മുതൽ ഫെബ്രുവരി 15 വരെ മാത്രം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് മുന്നിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ യാത്രക്കാരില്ലാത്തതിനാൽ പ്രതിസന്ധിയിലാണ്. താലൂക്ക് ഹോസ്പിറ്റലിലെ രോഗികളുടെ കുറവാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ഇവർ പറയുന്നു. ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിന് മുന്നിലുള്ള ഓട്ടോ ഡ്രൈവർമാർ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ മൂലം ദുരിതത്തിലാണ്. ഹോസ്പിറ്റലിൽ കൃത്യമായി കിടത്തി ചികിത്സ ഇല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നതിന് പുറമെ വരുന്ന രോഗികൾ അടുത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നത് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാർക്ക് ഓട്ടമില്ലാതെ വലയുന്നു. കൂടാതെ രോഗികളെ കൊണ്ടുവരുന്ന പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോ ആശുപത്രിയിൽ നിന്നും ഓട്ടം പോകുന്നതും പതിവാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നും വന്ന് ചികിത്സ നടത്തുന്ന ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയുമാണ്. ആക്സിഡന്റ് പോലുള്ള അത്യാഹിതങ്ങൾ സംഭവിച്ച് രോഗികൾ വന്നാൽ ICU ഇല്ല എന്ന കാര്യം പറഞ്ഞാണ് ഡോക്ടർമാർ രോഗികളെ ആശുപത്രിയിൽ നിന്നും ഒഴിവാക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. പിന്നെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നതൊക്കെ തിരുവനന്തപുരം ദൂരത്തുള്ള ഡോക്ടർമാരാണ്. അവർക്ക് ആർക്കും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. അവർക്കൊക്കെ ഇവിടെ ട്രാൻസ്ഫർ ആയിട്ട് പോകണം. ഇവർക്ക് അവർ വേറെ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ വേറെ ആളോട് വരാനില്ല. ഇനിയിപ്പോൾ ഇതിന് പരിഹാരം കാണുന്ന ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. പഴയ ഡോക്ടർമാരെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. ഇതിൽ പറഞ്ഞ് ഞാനിപ്പോൾ എന്താ അറിയോ, പഴയ ഡോക്ടർമാരെ ഇവിടെ അങ്ങനെ 9 കൊല്ലം നിർത്തി. അപ്പോൾ ഒരുപാട് കാലം അവരുടെ വന്നിട്ട് അവരിവിടുത്തെ ഒരു നല്ല നിലയിൽ ജനങ്ങൾക്ക് വേണ്ട സേവനം ചെയ്തു കൊടുത്തു. അതുപോലെ ഞങ്ങൾക്ക് ഈ വന്ന ആൾക്കാർ ദൂരത്ത് വന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യും, മനസാക്ഷിയൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഈ പോയ മുഴുവൻ ഡോക്ടർമാരേന് ഇവിടെ താമസമുള്ള ഡോക്ടർമാർ അവരെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരണം. അല്ലാതെ ഇത് ഒരു കാലത്ത് ശരിയാവില്ല. ജനങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരമില്ല. വന്നവരൊക്കെ പാടെ വേറെ ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ്. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അവരും കൂടി വരില്ല. ആരും ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്നുള്ളൊരു പരിഹാരം കാണണം. പിന്നെ ഡോക്ടർമാർ പറയുന്ന അവസ്ഥ എന്താ അറിയോ, ഇവിടെ ICU ഇല്ല. ഇത്രയും വലിയ ഹോസ്പിറ്റലായിട്ട് ഇവിടെ ICU ഇല്ല. എന്തെങ്കിലും അപകടങ്ങൾ പെട്ടെന്ന് പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് മാറ്റാത്തില്ല. ഞങ്ങൾക്ക് ഉത്തരവാദിത്തം എടുക്കാൻ വയ്യ. അത് കാരണമാണ് ഞങ്ങൾ ആരും ഇവിടെ അഡ്മിറ്റ് ചെയ്യാത്തതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ വേണ്ടപ്പെട്ട അധികാരികൾ എന്താ വേണ്ടിച്ച് ചെയ്യുക. ICU ആണ്, ICU ഉണ്ടാക്കുക. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. എന്നാലും അതിനുള്ളൊരു നിലനിൽപ്പുണ്ട്. ട്രാൻസ്ഫർ ആയി പോയ ഡോക്ടർമാർക്ക് പകരം വരാൻ ആരും തയ്യാറാവുന്നില്ല. പഴയ കാലത്തുള്ളതും പ്രദേശവാസികളുമായ ഡോക്ടർമാർക്ക് മുൻഗണന കൊടുത്ത് ചികിത്സ തുടർന്നാൽ ഹോസ്പിറ്റലിൽ രോഗികൾ വരും. ഓട്ടോക്കാരുടെ പ്രശ്നങ്ങളും തീരുമെന്നാണ് ഹോസ്പിറ്റലിന് മുന്നിൽ ഓടുന്ന ഓട്ടോക്കാർക്ക് പറയാനുള്ളത്. 1-2 വർഷത്തോളമായിട്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഓട്ടോ തീരെ കുറവാണ്. ഒന്നാമത് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിനെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്നവരാണ്. ഹോസ്പിറ്റലിൽ രോഗികളെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അഡ്മിറ്റ് ആക്കുന്നില്ല. എല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഡോക്ടർമാർ രോഗികളെ സീരിയസ് കേസായിട്ട് വരുമ്പോൾ തന്നെ അവർ നോക്കാൻ തന്നെ തയ്യാറാവുന്നില്ല. അവരിനെ പെട്ടെന്ന് തന്നെ മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഹോസ്പിറ്റലുമായിട്ട് ജീവിച്ചു പോകുന്നതുകൊണ്ടാണ് ഇവിടെ വല്ലവരും വന്നാലാണ്, രോഗികൾ വരണമെന്ന് ആഗ്രഹിച്ചില്ല, ഇവിടെ ജനങ്ങൾ വന്നാലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ പെർമിറ്റില്ലാത്ത ഒരുപാട് ഓട്ടോകൾ ഇവിടെ ഞങ്ങൾ സ്റ്റാൻഡിൽ നിർത്താതെ ഇവിടെ റിട്ടേൺ പെരുക്കിക്കൊണ്ട് തിരിച്ചു വരുന്ന പ്രൈവറ്റില്ലാത്ത ഒരുപാട് ഓട്ടോകളുണ്ട്. അവരും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്.